ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Good evening, everyone. A warm welcome to all gathered here for the Dawson Community Christmas Annual Celebration 2025-26. Christmas is not as a word of love, sharing and others, what the new year brings fresh hope and new beginnings. As the song says, Christmas is not a season, it's a feeling. As we see goodbye to 2025 and celebrate 2026 with hope and gratitude. Let us celebrate as one family, cherishing our traditions and creating beautiful memories together. Warm welcome to all of you. I am Srigala. എൻ്റെ പേര് സ്മിത. We will be hosting this afternoon and before നമ്മൾ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുമക്കൾ തൊട്ട് പ്രിയപ്പെട്ട ചേച്ചിമാരും ചേട്ടന്മാരും അണിനിരക്കുന്ന ഒരുപാട് കലാപരിപാടികൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡോർസെറ്റ് കേരള കമ്മ്യൂണിറ്റിയുടെ ഔദ്യോഗികമായ ചില ചടങ്ങുകളിലേക്ക് ആദ്യം നമുക്ക് കിടക്കാം. അതിനായി നമ്മളിവിടെ നമ്മുടെ ഓഫീസ് ബെയറേഴ്സിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹനിധികളായ നമ്മുടെ കുഞ്ഞുമക്കളും പ്രിയപ്പെട്ട നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം അണിനിരക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്ടർ കേരള കമ്മ്യൂണിറ്റിയുടെ ഔദ്യോഗികമായ ചില ചടങ്ങുകൾ ആദ്യം നൽകേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ ഓഫീസ് ബെയറേഴ്സ് ഓൺ ദി സ്റ്റേജ്. ആദ്യമായി നമ്മുടെ ഡോക്ടർ കേരള കമ്മ്യൂണിറ്റിയുടെ പ്രഥമ പുരുഷൻ, നമ്മുടെ കൂട്ടായ്മയുടെ സമയാസമയങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പുതിയ ആശയങ്ങൾക്ക് സ്വയം ഊർജ്ജം നൽകി എല്ലാ ആശയങ്ങളെയും അതിന്റെ ഒരു തരി പോലും എനർജി നഷ്ടപ്പെടാതെ സ്വന്തം സഹപ്രവർത്തകരോട് അംഗങ്ങളിലേക്ക് പകർന്നു നൽകി ഡോക്ടർ കേരള കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് നിർത്തുന്ന നമ്മുടെ അമരക്കാരൻ മിസ്റ്റർ ബിനോയ് സേവ്യർ. അടുത്തതായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീകാന്ത് നായർ. അടുത്തതായി സ്റ്റേജിലേക്ക് വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ സജി പൗലോസ്. ഇനി നമ്മുടെ രണ്ട് വനിതാ പ്രതിനിധികളാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഷീജ രാജു ആൻഡ് ജോയിന്റ് സെക്രട്ടറി സ്മിത റോബിൻസ് ഓൺ ദി സ്റ്റേജ്. Before we start the celebration, let us begin this evening by singing God's blessing. As someone said, when there is God, there is a hope, love and light. സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുമാരസ് നമ്മുടെ മനോഹരമായ ഒരു വിഷയം നൽകാൻ. Thank you.
sometimes someone who leadership and vision are always inspired us. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന സ്വാഗത പ്രസിഡന്റായി ശ്രീകാന്ത് നായർ. പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി കുടുംബാംഗങ്ങളെ, ആദ്യം എല്ലാവർക്കും ഒരു നല്ല 2020 ആശംസിക്കണം. ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം കറക്റ്റ് 2:30 തുടങ്ങുമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനായിട്ട് കമ്മിറ്റി എല്ലാ ശ്രമങ്ങളും നടത്തി, എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തതുമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാരുടെ അഭാവമാണ് അത് താമസിച്ചത്. നമ്മൾ ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 37 പ്രോഗ്രാംസ് നമുക്ക് നടത്താനായിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ നമുക്ക് സമയം കഴിഞ്ഞില്ലെങ്കിൽ ചില പരിപാടികൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ പേരൻസ്, കുട്ടികളുടെ പരിപാടികളാണെങ്കിൽ പേരൻസ് അത് ഞങ്ങളുമായി സഹകരിക്കുക. എന്നാന്ന് വെച്ചാൽ 10 മണിക്ക് തന്നെ ആള് നമ്മൾ ക്ലീൻ ചെയ്ത് ഇറങ്ങി കൊടുക്കണം. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യാത്ത പക്ഷം ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഒക്കെ നമുക്കിവിടെ നടത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ 2:30 തുടങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിരുന്നതാണ്. അത് മനസ്സിൽ വെക്കുക. അതോടൊപ്പം എൻ്റെ കർത്തവ്യത്തിലേക്ക് വരട്ടെ. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സേവ്യർ ജോസഫിനെ ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ സലീം ഫൗണ്ടേഷൻ എൻ്റെ പേരിലും കമ്പനിയുടെ പേരിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ജോയിന്റ് സെക്രട്ടറി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വൈസ് പ്രസിഡന്റ് ഷീലയും വ്യക്തിപരമായ പേരിലും കമ്പനിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യൻ പ്രോഗ്രാമുകളെല്ലാം ഗാമിച്ച് വിജയമാക്കി തീർന്ന നിങ്ങളുടെ പ്രസൻസ് അത് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പഴയ പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും എല്ലാ ഭാരവാഹികളെയും നമ്മൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സായാഹ്നം 2026 നല്ലൊരു വർഷമായി തീർത്ത്, അതുപോലെ തന്നെ ഇന്നത്തെ ഈ സായാഹ്നം ഏറ്റവും നല്ലൊരു സാധനമായി തീർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു മെസ്സേജ് നമ്മളിലേക്ക് ഷെയർ ചെയ്തതിന് വാർഷികം നിർദ്ദേശിച്ചുകൊണ്ട് താങ്ക് യു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി പ്രിയപ്പെട്ട കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. സെക്രട്ടറി ശ്രീകാന്ത് നായർ, വൈസ് പ്രസിഡന്റ് ഷീജ രാജു, ജോയിന്റ് സെക്രട്ടറി സ്മിത റോബിൻസ്, നമ്മുടെ ട്രഷറർ സജി പൗലോസ്, ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ജ്യേഷ്ഠരായിട്ടുള്ളവർ, മാതാപിതാക്കൾ, നമ്മളേതാണ്ട് 10-15 ദിവസം കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഹോൾ 3-ാം തീയതി ബുക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ചില പ്രശ്നം കൊണ്ട് ഹോൾ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയത്. എന്നിരുന്നാലും നമുക്കിന്ന് നടത്താൻ സാധിച്ചത് നല്ല കാര്യം. ഇതിൽ കൂടുതൽ ലേറ്റ് ആകാണെങ്കിൽ ചാൻസ് ഏതാണ്ട് 2 മാസമായി നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും ഇന്നത്തെ ഈ പ്രോഗ്രാം എത്രയും ഭംഗിയാക്കാൻ വേണ്ടി എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പ്രോഗ്രാം നടത്തി കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വെറൈറ്റി പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടി സ്കിറ്റും അങ്ങനെ നാടകം അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. പക്ഷേ പല ആൾക്കാരും നമ്മൾ മുന്നോട്ട് വരുന്നില്ല. ഏതൊരു സ്കിറ്റ് കളിച്ചു കഴിഞ്ഞാൽ ആ റോഡ് നമ്മളെ പിന്നെ ആൾക്കാർ പറയുമോ, കളിയാക്കുന്ന ഒരു വിഷമം പല ആൾക്കാർക്കുണ്ട്. ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് ഷായിച്ചേട്ടൻ പിടിച്ചോണ്ട് പോകും. വന്നു കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സ് മാറ്റുക, ഓരോ വേഷം തമ്മിൽ വിടുക, നമ്മൾ എന്ത് ചെയ്യാൻ റെഡിയായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ആരും നമ്മൾ മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറണം. ഇനി അടുത്ത പരിപാടിക്കെങ്കിലും എല്ലാവരും ഒന്ന് സഹകരിച്ച്, എനിക്കൊരു 10-40 ഫാമിലി ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ജസ്റ്റ് മെമ്പറായിട്ട് പല കാര്യങ്ങളും പങ്കെടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു പാട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നില്ല. അപ്പോൾ അത് മാറ്റണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ഓണം മുതൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മളൊരു 3 ചാരിറ്റി ചെയ്തിരുന്നു. 50,000 വെച്ച് നമ്മൾ 2 കിഡ്നി പേഷ്യൻറ്റിനും ഒരു ക്യാൻസർ പേഷ്യൻറ്റ് 25,000 കൊടുത്തു. നമ്മൾ ചാരിറ്റി ബോക്സിൽ നിന്ന് കിട്ടിയതും അല്ലാതെ ആൾക്കാർ ചാരിറ്റി തന്ന പൈസയാണ്. നമ്മൾ 120 ചാരിറ്റി ബോക്സ് കൊടുത്തെങ്കിൽ നമുക്ക് 80 ചാരിറ്റി ബോക്സ് തിരിച്ച് കിട്ടിയുള്ളൂ. അത് തന്നെ കുറച്ച് ചാരിറ്റി ബോക്സ് കാലിയായിരുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും തീരുമാനിച്ചിരിക്കട്ടെ.
പിന്നെ നമ്മൾ നടത്തിയൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഡ്രോയിങ്ങും ഗെയിമും പെയിൻറ്റിങ്ങും 15 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളും മാതാപിതാക്കളും വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇനിയും മുന്നോട്ട് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ നടത്താൻ നമ്മൾ അടുത്ത വേണ്ടി ശ്രമിക്കട്ടെ. പിന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ യുഗ്മ നാഷണൽ കലാമേളയിൽ പങ്കെടുത്തു. നമുക്ക് ദക്ഷിണ കലാമേളയിൽ പോയി 45 പോയിന്റ് 20 അസോസിയേഷൻ 5ാം സ്ഥാനം വരികയുണ്ടായി. നാഷണൽ സെക്കൻഡ് പ്രൈസ് കിട്ടി നമ്മുടെ സച്ചിന്. അപ്പോൾ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പോകണം. അത് ഞാൻ ഈ യുഗ്മ കലാമേളയിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു യുഗ്മ എന്ന പ്രസ്ഥാനം ഇപ്പം പഴയ പോലെ ഇല്ല, ആളില്ല, പേരില്ലാത്തൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ ചെന്നാൽ മനസ്സിലായത് പണ്ട് നാഷണലിൽ പോയ ആളാണ് ഇപ്പോൾ ജയിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് ആളാണ്. അപ്പം നമ്മുടെ കുട്ടികൾ ശരിക്കും മത്സരിച്ച് ഓരോ പരിപാടികൾ പങ്കെടുക്കുകയാണെങ്കിൽ യുഗ്മ തന്നെ പോകണം. വലിയ കാര്യങ്ങളും ഒത്തിരി ആൾക്കാർ പോകാൻ ശ്രമിക്കണം. നമുക്ക് അതിനുള്ള പരിപാടി ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ പലരും ഓരോ കാരണം പറഞ്ഞ് മത്സരിക്കുകയാണ്. അപ്പം ഈ വലിയ കാലങ്ങളിൽ എല്ലാവരും 1-2 ബസ് പിടിച്ചെങ്കിലും നാഷണൽ കലാമേളയിൽ പോകണം, റീജിയനിൽ പോകണം എന്നാണ് ഒരു അഭ്യർത്ഥന. പിന്നെ നമ്മുടെ സ്പോൺസർമാർ നമ്മുടെ ഈ സംഘടനയിൽ നിലനിൽക്കുന്ന ഈ മെമ്പർഷിപ്പ് കൂടാതെ സ്പോൺസർഷിപ്പാണ്. പ്രത്യേകിച്ച് പറയുന്ന മനോജ് കൂടാതെ ലൈഫിലെ നിങ്ങളൊരു വീട് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആദ്യം മനോജിനെ ഓർക്കുക, ഒരവസരം കൊടുക്കുക. അവർ നല്ലൊരു എമൗണ്ട് നമുക്ക് സംഘടനയ്ക്ക് തന്നിരിക്കുകയാണ്. അതുകൂടാതെ ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളും നമ്മൾ സ്പോൺസർമാരാണ്. പിന്നെ സോളിസിറ്റർ ജോബി, ഓസ്റ്റി, ഷെറിൻ കാർമി, ജിയ ട്രാവൽസ്, അങ്ങനെ എല്ലാം നമ്മുടെ സ്പോൺസർമാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒരാവശ്യം വന്നാൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ എല്ലാവരും ആശംസകൾ ചെയ്യുന്നു. ഉടനെ തന്നെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. താങ്ക് യു വിനോദ. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം ഒഫീഷ്യലായി ഉദ്ഘാടനം ചെയ്യുന്നതിന് എല്ലാ ഓഫീസേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. നിലവിൽ നിർദ്ദേശിച്ച് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നതിനായി കണ്ടോളൻസ് മെസ്സേജുമായി സ്മിത റോബിൻസ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷവേളയിൽ നമ്മൾ പ്രിയപ്പെട്ടവരുടെ വിരഹം നമുക്ക് എപ്പോഴും വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ DTC കുടുംബത്തിലെ ആക്റ്റീവ് മെമ്പറായിരുന്ന കാൻഡപ്പോളിൻ്റെ മാതാവ് റോസമ്മ പോൾ ഈ ഇടയ്ക്ക് നമ്മളെ വേർപെട്ടു പോയി. മാതാവിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഡോക്ടർ കേരള കമ്മ്യൂണിറ്റിയുടെ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ ആത്മാവിനെ നിധിശാന്തിക്കായി നമുക്കെല്ലാം ഒരു മിനിറ്റ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു.
അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ഓട്ടോ സയൻസിനായിട്ട് സജിയുടെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ. എൻ്റെ കർത്തവ്യം നന്ദി പറയാനുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രോഗ്രാമുണ്ട്, 15 പ്രോഗ്രാമുകളുണ്ടല്ലോ, സമയം കളയുന്നത്. പെട്ടെന്ന് നന്ദി പറയാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ സേവ്യർ ജോസഫിനോടാണ് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമുകളൊക്കെ എത്ര ഭംഗിയായി ക്രോഡീകരിക്കുന്നു, അതിൻ്റെ പുറകിൽ ആക്ടറായിട്ടിരിക്കുന്നു കൂടിയാണ്. അതുകൊണ്ട് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു സേവ്യർ ജോസഫിന്, നമ്മൾ വിനയിക്കുന്ന സേവ്യർ ജോസഫ്. ഇന്ന് നമ്മുടെ സെക്രട്ടറി ശ്രീകാന്ത് നായർ, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പുറകിൽ എല്ലാ പരിപാടിക്കും പുറകെ ഒരു കുറവില്ലാതെ പാഞ്ഞു നടന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു നമ്മുടെ ശ്രീകാന്ത് നായരിനെ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു, നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷീജ, നമുക്കറിയാം ഒരുപാട് വർഷമായി നമ്മുടെ അസോസിയേഷൻ മെമ്പറാണ്. പല കാര്യങ്ങളിലും നമ്മളോടൊപ്പം ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഓർമ്മ നമുക്ക് ഈ കമ്മിറ്റി കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ ഭംഗിയായി നമ്മളോട് സഹകരിക്കുന്നു. ഷീജയെ പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ സെക്രട്ടറിയാണ്. അപ്പം നമ്മുടെ കമ്മിറ്റി നമ്മുടെ ഓരോ പ്രോഗ്രാമുകളെല്ലാം ഇവരാണ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നത്. അപ്പോൾ ഇവരോട് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു, ഇതിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ സ്റ്റേജ് മനോഹരമായിട്ട് അലങ്കരിച്ചത് നമ്മൾ അബ്രാഹം ജിൻസ് ആൻഡ് ടീമാണ്. അപ്പോൾ അവര് പറഞ്ഞ് പുറത്തു കൊടുക്കണ്ട, നമുക്ക് തന്നെ അലങ്കരിക്കാമെന്ന് പറഞ്ഞ് സ്റ്റേജ് ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ആ ടീമിനോട്. പിന്നെ നമുക്ക് സൗണ്ട് ലൈറ്റ് തരുന്ന വെളിച്ചം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. വെളിച്ചത്തോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, അതിൽ ഫുഡ് കമ്മിറ്റി ഉണ്ട്, അല്ലാതെ കമ്മിറ്റി പെട്ടവരല്ലാതെ കുറേ പേര് ഫുഡ് കമ്മിറ്റിയിലും ഉണ്ട്. അതായത് ഫുഡിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നൊക്കെ ഉണ്ട്, ഉണ്ടാക്കാനും ഓരോ നിർദ്ദേശങ്ങൾ തരാനും ഒക്കെ ആയിട്ട്. അപ്പം കമ്മിറ്റി മെമ്പേഴ്സിനെയും ഫുഡ് കമ്മിറ്റി മെമ്പേഴ്സിനെയും പ്രത്യേകമായി ഓർക്കുന്നു. അവർക്ക് എല്ലാവരോടും ഞാൻ പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ സ്റ്റേജിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമുകളെല്ലാം അവതരിപ്പിക്കാൻ വരുന്ന കുറേ പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. അവരെ വിളിക്കാനും പറക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു 3 അവതാരകരുണ്ട് ഇവിടെ. അവരെ 3 പേരെ ഓർക്കുന്നു. അവർക്ക് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇന്നത്തെ കലാവിരുന്നുകളൊക്കെ ഇവിടെ അവതരിപ്പിച്ച് നല്ല പാട്ടും നല്ല ഡാൻസും ഒക്കെ അവതരിപ്പിച്ച് നമ്മളെ എന്താ പറയുക സന്തോഷം, നമുക്ക് സന്തോഷം തരാനായിട്ട് അവരിവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും അവർ കുറേ ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വരുന്നത്, ഈ സ്റ്റേജിലേക്ക് വരുന്നത്. അവരെ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മൾക്ക് പല സ്പോൺസേഴ്സും ഉണ്ട്. അപ്പോൾ സ്പോൺസേഴ്സിനൊക്കെ പ്രത്യേകം ഓർക്കുന്നു, അവർക്കും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമുകളെല്ലാം എന്ത് പറഞ്ഞാലും ഏത് പ്രോഗ്രാം ഇട്ടാലും അപ്പം പൂക്കളമെല്ലാം പറഞ്ഞു, പൂക്കളിടാൻ കുറേ പേര് തയ്യാറായി, ഉൾപ്പെടുണ്ടാക്കാൻ പറഞ്ഞു കുറേ പേര് തയ്യാറായി. അങ്ങനെ ഓരോ DKC-യിലുള്ള ഓരോ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യാൻ കുറേ പേര് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാ പ്രോഗ്രാമുകളും അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചിന്തകളും അത് നിങ്ങളാണ് ഫലവത്താക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും പ്രത്യേകമായി ഓർക്കുന്നു. ഇന്ന് അവധിയെടുത്ത് ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിന് ക്ഷമയോടെ ഇവിടെ കാത്തിരുന്ന് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളോട് ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇനി ആരും വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ട് ക്ഷമിക്കുക. അവരോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച് ഓഫീസർ റമേഷ്. നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ അവസാനിക്കുകയാണ്. അടുത്തത് നമ്മൾ നമ്മുടെ കലാപരിപാടികളിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ നടന്ന കാര്യങ്ങളിൽ കൈയടിച്ചത് എത്ര പേരാണെന്ന് എനിക്കറിയാം. അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഹലോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ